ഇടുക്കിയിൽ 5 വയസ്സുകാരൻ ഷെഫീഖ് അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ കോടതി വിധി ഇന്നുണ്ടാകും. 2013 ജൂലൈയിലാണ് സംഭവം നടന്നത്. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും തലച്ചോറിനേറ്റ പരിക്ക് കുട്ടിയുടെ ബുദ്ധിവികാസത്തെയും സംസാരശേഷിയെയും ബാധിച്ചിരുന്നു. ഇപ്പോൾ തൊടുപുഴ അൽ അസ്ഹർ മെഡിക്കൽ കോളേജിൻ്റെയും രാഗിണി എന്ന ആയയുടെയും സംരക്ഷണത്തിൽ കഴിയുകയാണ് ഷെഫീഖ്. ജോസിൽ ചേരുന്ന വിവരങ്ങളുമായി. ജോസിൽ, അന്ന് വളരെയധികം 2013-ലുണ്ടായ ദാരുണമായ സംഭവം ഒരുപക്ഷെ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വിഷയം. ആ ഷെഫീഖിന് ഒപ്പമായിരുന്നു അന്ന് കേരളത്തിലെ ജനതയടക്കം. ഒപ്പം എടുത്തു പറയേണ്ടതാണ് രാഗിണി എന്ന് പറയുന്ന ആ ആയയുടെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും വിധി ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? സിജു, ഇത് ഇപ്പോൾ വിധി ഈ പറയുന്നത് ഈ മാസം 20-ാം തീയതിയിലേക്ക്, അതായത് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ മാസം 20-ാം തീയതി തന്നെ വിധി പറയാൻ വേണ്ടി ഇപ്പം മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതിയുടെ പുതിയ തീരുമാനമാണ്. ഏതായാലും കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ് ഈ ഷെഫീഖ് വധശ്രമ കേസ്. അച്ഛനും അതുപോലെ തന്നെ രണ്ടാനമ്മയും അതിക്രൂരമായിട്ടാണ് ഈ കുമളിയിലെ ചെങ്കരയിലെ വീട്ടിൽ വെച്ച് ഈ ഷെഫീഖിനെ മർദ്ദിച്ച് തലച്ചോറടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. ആദ്യം ഇവർ താമസിച്ചിരുന്നത് കുമളി 1-ാം മൈലിലുള്ള വീട്ടിലാണ്. അവിടെ മാസങ്ങളോളം ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് കുമളി ചെങ്കരയിലുള്ള വീട്ടിലേക്ക് ഇവർ താമസം മാറുന്നത്. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീണു പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഈ കുട്ടിയെ എത്തിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവരുടെ ക്രൂരമർദ്ദനം വെളിവാകുകയാണ്. കുട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ പൊള്ളയേറ്റതിന്റെ പാട്, അതുപോലെ തന്നെ തലച്ചോറിനടക്കം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതുപോലെ ദേഹമാസകലം കമ്പിവടിക്ക് അടിച്ചതിന്റെയും എല്ലാം ഒടിഞ്ഞു നുറുങ്ങിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ക്രൂരമായ മർദ്ദനമാണ് രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ഭാഗത്ത് നിന്നുണ്ടായതിനു ശേഷം സർക്കാർ ഇടപെട്ട അത് വെല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടുത്തെ ചികിത്സയിലൂടെയാണ് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഈ കുട്ടിയുടെ മാനസിക ആരോഗ്യ നിലയ്ക്കും അതുപോലെ തന്നെ സംസാരശേഷിയും ഒന്നും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല തൊടുപുഴയിലുള്ള അൽ അസ്ഹർ മെഡിക്കൽ കോളേജിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ രാഗിണി എന്ന് പറയുന്ന ഒരു ആയയുടെ സംരക്ഷണയിലാണ് ഈ കുട്ടി ഇത്രയും നാളും കഴിഞ്ഞിരുന്നത്. ഈ കേസിൽ വളരെ നിർണായകമായ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തെ വാദങ്ങൾ, അതായത് നിരവധി സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിസ്തരിച്ചു. നിരവധി ഡോക്ടർമാരെ അടക്കം ഈ കേസിൽ വിസ്തരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളെ അടക്കം പീരുമേട്ടിലുള്ള വീട്ടിൽ പോയി അവരുടെ മൊഴിയെടുക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. അങ്ങനെ ദീർഘനാളത്തെ ഒരു നാൾ വഴിയാണ് ഈ കേസിനുള്ളത്. അതിനുശേഷം ഇന്ന് വിധി പറയും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ കോടതി 20-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി, തൊടുപുഴയിലെ 5 വയസ്സുകാരൻ ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനമ്മയും അച്ഛനുമെതിരായ വിധി ഈ മാസം 20-ലേക്ക് കോടതി മാറ്റിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ജോസിൽ പങ്കുവച്ചത്.